എന്തോരം മുന്തിരിയാടി മീനത്. ഇതെന്താ സംഭവത്ത്? വല്ല മുന്തിരി വണ്ടി മറിഞ്ഞ ഇവിടെ? മുന്തിരി വണ്ടി പറഞ്ഞതല്ല, നമ്മൾ ഇന്നൊരു ഗ്രേപ്പ് പിക്കിങ്ങിന് വന്നതാണ്. ഗ്രേപ്പ് പിക്കിങ്ങാ? എവിടെ? നമ്മുടെ കേപ്പ് ടൗണില്. കേപ്പ് ടൗണിലാ? അതെ ഗൈസ്, അപ്പൊ ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളപ്പം ഗ്രേപ്പ് പിക്കിങ്ങിന്റെ വീഡിയോ കണ്ടിട്ട് കേട്ടോ. നമ്മൾ ഗ്രേപ്പ് പിക്കിങ് എല്ലാം കഴിഞ്ഞ് ഇതേ വണ്ടിയിൽ കയറി ഇരിക്കുവാണ്. എവിടെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു പ്ലേസ് എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴേക്കും നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോവാ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്തുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമാകും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഫാമിൻ്റെ ഉൾഭാഗം കാണാം. വലിയ മതിലൊന്നും കെട്ടി മൂടിയൊന്നും മറച്ചിട്ടല്ല ഇരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല മഴയുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് മൊത്തം മൂടലും ചാറ്റൽ മഴയും അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നോക്കിക്കാൻ നിങ്ങൾ, കേപ്പ് ടൗണിൻ്റെ വെതർ നമുക്ക് അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം. ഈ ഫാം ഓപ്പൺ 9 to 16:30 കേട്ടോ. അതായത് 4:30 വരെയാണ് ഈ ഫാം ഓപ്പൺ. മഴയുള്ളതുകൊണ്ട് ഞങ്ങൾ കുടയൊന്നും എടുത്തില്ലായിരുന്നു. മഴ ഉണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടാണ്, നല്ല മഴയാണ്. അത് മഴയുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതാട്ടോ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പം ഇവിടെ പല പിക്കിംഗ് ഉണ്ട്. നമ്മൾ പിക്കിങ്ങിനാണ് വന്നാക്കുന്നത്, നമ്മൾ ഗ്രേപ്പ് പിക്കിങ്ങിനാണ് വന്നാക്കുന്നത്. പക്ഷേ ഇവിടെ റോസ് പിക്കിംഗ് ഉണ്ട്. റോസ് പിക്കിങ്ങിൻ്റെ ആണ് എഴുതി വെച്ചേക്കുന്നത്. പെർ റോസ് 10 rand ആട്ടോ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഗ്രേപ്പ് പിക്കിംഗ് ഉണ്ട്. ഗ്രേപ്പ് പിക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ ഗ്രേപ്പിന് 25 rand ആണ്. നമ്മൾ പിക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ വന്ന് വെയ് ചെയ്യുക ചെയ്യുന്നത്. ഇതാട്ടോ ഷോപ്പ്. ഇവിടെ തന്നെ കോഫി ഷോപ്പും ഉണ്ട്. നമ്മൾ മുന്തിരി പിക്കിങ്ങിനാട്ടോ പോകുന്നത് ഇന്ന്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹനേപ്പോട്ട് നിന്നാട്ടോ മുന്തിരിയുടെ പേര്. അപ്പം അതിലേക്ക് പോകുന്ന വഴി ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിലേ നടക്കാം. മുന്തിരി പിക്കിങ്ങിന് മാത്രം ആരും ഇല്ലല്ലോടി മീനു. റോസ് പിക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവിടെ മഴ കൊണ്ട് ആരും പിക്ക് ചെയ്യാൻ വരാത്തതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഫാമില്ലേ, ഈ ഫാമിൻ്റെ പേര് ചാർച്ച് ഫാം എന്നാണ്. കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഫാം നിലകൊള്ളുന്നത്. ഏകദേശം 12 ഏക്കറോളം കിടക്കുന്ന ഈ ഫാമിൽ പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. മെയിനായിട്ട് ഫ്രൂട്ട്സ് പിക്കിംഗ് ആണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്ക് നാരങ്ങയാണ് കിടക്കുന്നത്. നാരങ്ങ പിക്കിങ്ങിൻ്റെ സീസൺ വരുന്ന സമയത്ത് നാരങ്ങ പിക്കിംഗ് ആണ്. പിന്നെ ഗ്രേപ്സ് ഉണ്ട്. അതുമാത്രമല്ല, നല്ല വെറൈറ്റി ഇനം റോസസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു ഫാം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ഗ്രേപ്സ് പിക്ക് ചെയ്യാം. കിട്ടിയ ഗ്രേപ്സ് അവിടെ ചെന്ന് തൂക്കി നോക്കിയിട്ട് കിലോ കണക്കിന് ആണ് വില അവർ നിശ്ചയിക്കുന്നത്. 1 കിലോയ്ക്ക് 25 rand ആണ് അവർ പറഞ്ഞത്. അത് ഭയങ്കര ചീപ്പ് റേറ്റാണ് ഇവിടെ കേട്ടോ. പിന്നെ അതുമാത്രമല്ല, മഴയല്ലേ, അതുമാത്രമല്ല പിന്നെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോഫി ഷോപ്പ് ഉണ്ട്, ഹോഴ്സ് റൈഡിങ് ഉണ്ട്, എന്ന് വേണ്ട പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. നല്ല അടിപൊളി വ്യൂ. ഇതുണ്ടോ, ഇതാണ് ഈ ഹനേപ്പോട്ട് എന്ന് പറഞ്ഞ മുന്തിരി. ഹനേപ്പോട്ട് എന്ന് പറഞ്ഞ പേര് സൗത്ത് ആഫ്രിക്കയുടെ ലോക്കൽ നെയിമാണ്, ആഫ്രിക്കാൻസ് നെയിമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും മസ്കറ്റ് അലക്സാൻഡ്രിയ എന്നാണ് ഈ മുന്തിരിയുടെ പേര്. ഇതുണ്ടോ, ഞങ്ങൾ മഴ പെയ്തപ്പോഴേ നമ്മൾ കുട കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഒരു മരത്തിൻ്റെ അടിയിൽ കയറി നിന്നു. വാമീനെ മഴ നനയിപ്പിക്കരുത്. നമ്മളിപ്പം ആൾക്കാർ എല്ലാവരും, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളെന്താ അബദ്ധമാണ് കാണിച്ചത്, കുട എന്താ കൊണ്ടുവരാതിരുന്നത്. മീനുവിന് എന്താ പറയാനുള്ളത്? മഴ പെയ്യുന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ അല്ലേ? അതാണ് സത്യത്തിൽ സംഭവിച്ചത് കേട്ടോ. വാമി ഒന്നും വെക്കാൻ സമ്മതിക്കുന്നില്ല തലയിൽ. ആ തൊപ്പിയൊക്കെ വെച്ച് നോക്കി, വാമി ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ എന്തോരം സ്ഥലത്താണ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. സ്പ്രെഡായി എങ്ങനെ കിടക്കുവാണ് ഈ ഫാം. ഇവിടെ മൊത്തം ഈ ഏരിയയിൽ മുന്തിരിയാണ് അവർ വെച്ച് പിടിപ്പിച്ചാക്കുന്നത്. അങ്ങപ്പുറം മാറിയിട്ടാണ് നാരങ്ങ നിൽക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറേ ചെറിയൊരു ഫാമിംഗ് ആയിട്ടാണ് റോസ് നിൽക്കുന്നത് കേട്ടോ. റോസ ചെടിയുടെ ഫാം നല്ല അടിപൊളി ഫാമാണ്. അതൊരു ചെറിയൊരു ഏരിയയിൽ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് 12 rand എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. അപ്പം ഈ ഹനേപ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സൗത്ത് ആഫ്രിക്കയുടെ ലോക്കൽ നെയിമാണ്. ആഫ്രിക്കാൻസിൽ പറയുന്നതാണ് ഹനേപ്പോട്ട് എന്നുള്ള നെയിം കേട്ടോ. അപ്പം ഈ ഹനേപ്പോട്ട് എന്ന് പറഞ്ഞത് ശരിക്കും ഈ മുന്തിരി മസ്കറ്റ് അലക്സാൻഡ്രിയ എന്നാണ് ഈ മുന്തിരിയുടെ പേര്. ഇത് ഒറിജിനേറ്റഡ് ഫ്രം ഇറ്റലി ആണ്. ഇവിടെ വരത്തനാണ്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ വരത്തനാണ്. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈൻ ഉണ്ടാക്കാനും, പിന്നെ മാത്രമല്ല നമ്മളുടെ
സാധാരണ ഹീറ്റിംഗ് പർപ്പസിനുമാണ്. സ്വീറ്റാണ് ഈ മുന്തിരി. ഇതിൻ്റെ സ്വീറ്റ്നെസ്സും മസ്കറ്റ് ഫ്ലേവറും കാരണമാണ് ഇതിന് മസ്കറ്റ് അലക്സാണ്ട്രിയ എന്നുള്ള പേര് വന്നത്. ഇതിന് ഇവിടെ ഹനേപ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയത്തുള്ളൂ കേട്ടോ. ഈ ഏരിയയിൽ നിൽക്കുന്ന മുന്തിരി മൊത്തം മുന്തിരിയും ആൾക്കാർ പറിച്ചിട്ട് പോയിട്ട് ബാലൻസ് ഇതേപോലെ ദേ ഇങ്ങനെ നിൽക്കുന്നത്. പറിക്കാത്ത മുന്തിരികൾ ദേ ഇങ്ങനെ ഇതിൽ തന്നെ നിന്ന് ഉണങ്ങി ദേ ഉണക്കമുന്തിരി പരിവായിട്ടുണ്ട്. ദേ ഇതുണ്ടോ, സനി ഉണക്കമുന്തിരി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അതേ ഇതുണ്ടോ, ഉണക്കമുന്തിരി ആയിട്ടുണ്ട്. ബാക്കി എല്ലാ മുന്തിരികളും ആൾക്കാർ ഇവിടെ നിന്ന് പറിച്ചിട്ട് പോയി. നമ്മളവിടെ നേരത്തെ കണ്ട മുന്തിരി അവിടെ പോകാൻ നമുക്ക് അവിടെ പോയാലേ പറിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മഴ നിൽക്കാത്തത് കൊണ്ട് മീനുവിനും വാമിക്കും എൻ്റെ കൂടെ വരാൻ പറ്റുന്നില്ല. എനിക്ക് ക്യാമറ വെച്ചുകൊണ്ട് പറിക്കാനും പറ്റുന്നില്ല. നമ്മളൊരു കത്രിക കൊണ്ടുവന്നിട്ടുണ്ട്. കത്രിക കൊണ്ടുവരാനായിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ പ്ലാസ്റ്റിക് ബാഗ് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബാഗിൽ ഏകദേശം 4 തൊട്ട് 5 കിലോ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അവരൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് നന്നാക്കുന്നത്. അപ്പോൾ ആ ബാഗിൽ 4 തൊട്ട് 5 കിലോ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു. 1 കിലോയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 റാൻഡ് വളരെ ലാഭമുള്ള പരിപാടി കേട്ടോ. പിന്നെ അത് ഇങ്ങോട്ടേക്ക് അങ്ങ് പോകുമ്പോൾ ആണ് ഹോഴ്സ് റൈഡിങ് എല്ലാം അവർ പറഞ്ഞത്. അപ്പോൾ ഹോഴ്സ് റൈഡിങ് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്ത് കൂടെയാണ് ഹോഴ്സ് റൈഡിങ് പോകുന്നതെന്ന് ഓട്ടോ പറഞ്ഞത്. എടി മുന്തിരി ഇതൊക്കെ ഉണക്കമുന്തിരി നോക്കിയടി മീനു, കഴിച്ചു നോക്കി. മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു രസമില്ല. ഉണക്കമുന്തിരി ഭയങ്കര പുളി കേട്ടാ. ശരിക്കില്ലേ, സാധാരണ ചില സ്ഥലങ്ങളിൽ നമ്മളന്ന് പോയപ്പോൾ ഓറഞ്ച് ഫാമിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓറഞ്ച് പിക്ക് ചെയ്യരുത് കാരണം മരുന്നടിച്ചിട്ടുണ്ടാവുമെന്ന്. ഇവിടെ ഇത് പിക്കിങ്ങിന് വേണ്ടിയുള്ളതുകൊണ്ട് മരുന്നൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. സേഫ് ആട്ടോ മറക്കാനായിട്ട്. നമുക്ക് ലൈവായിട്ട് തന്നെ തിന്നുകയും ചെയ്യാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം പിക്ക് ചെയ്യാമെന്ന്. ദേ ഹനേപ്പോട്ട് പിക്ക് യുവർ ഓൺ, പ്ലീസ് ടേസ്റ്റ് ബിഫോർ യു പിക്ക്. കണ്ടോ, കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ അത് വേസ്റ്റായി പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേ ഞങ്ങൾ മാമീനെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ദേ കണ്ടോ, മാമിക്കുട്ടീൻ്റെ തൊപ്പിയെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇറങ്ങി. ഞങ്ങളുടെ തൊപ്പിയാണ് വെച്ചാക്കുന്നത്. മീൻ വെച്ചിരുന്ന തൊപ്പിയാണ്. ദേ മീനുവിനെ കൊണ്ട് പൊട്ടിക്കാനായിട്ട് ഏൽപ്പിച്ചു കേട്ടോ. മീനോ പൊട്ടിക്കുന്നത് അയ്യോ ഒരു ഈച്ചുണ്ട് കേട്ടോ. ഷേ മാമി അല്ലേ, കഴിച്ചോക്കി. ആഹാ, ദേ മാമിക്കുട്ടിക്ക് ഒരെണ്ണം കൂടെ ചേച്ചി തുടച്ചിട്ട് കൊടുക്ക് അല്ലേ മാമി? എങ്ങനെയുണ്ട് മധുരം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മാമി? പുളിയാണോ? വേഗം പൊട്ടിച്ചോ, അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് സ്ഥലം കാലിയാക്കാം അല്ലേ മാമി? അപ്പോഴത്തേക്ക് കണ്ടോ കുറേ ആൾക്കാർ പൊട്ടിച്ചിട്ടേ താഴെ കിടക്കുന്നുണ്ട്. കുറേ എണ്ണം പൊട്ടിക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. റെഡ് മുന്തിരി ആയിരുന്നെങ്കിൽ ഇത്തിരിയും കൂടി സെറ്റപ്പ് ആയിരുന്നേനെ. സീഡ്ലെസ്സും കൂടി ആയിരുന്നെങ്കിലേ നല്ല മധുരം ഉണ്ടായിരുന്നേനെ. പക്ഷേ ഇവിടെ എല്ലാം സീഡുണ്ട്, ചെറിയ സീഡുകളുള്ളൂ. വലിയ കാര്യത്തിന് സീഡുകളില്ല, എന്നാലും ഓക്കെയാണ്. ആഹാ, ദേ ഒരു മുന്തിരി ഉണ്ടോ മാമി? ടങ് 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 ടിങ് ടോങ് ടങ്. ഞാനങ്ങ് നടന്നപ്പോഴേ ഇത് ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്നു കേട്ടോ. അതൊക്കെ വാവ് സൂപ്പർ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാം നമുക്ക്. മീനത് പൊട്ടിച്ചോണ്ടിരിക്കുക കണ്ടോ അല്ലേ? ആഹാ, ഇതെന്താ സംഭവം? അപ്പം അങ്ങനെ ഗ്രേപ്പ് പിക്കിങ്ങും കൂടി നമ്മൾ ചെയ്തു കേട്ടോ. അടിപൊളി. മാമിക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതും കൂടി ഉണ്ടല്ലോ, അതും കൂടി എടുത്തോ. ഇതെന്താ എടുക്കാത്ത? സൗത്ത് ആഫ്രിക്കയിൽ നിന്നല്ല മിക്ക സ്ഥലങ്ങളിലും മിക്ക ഫോറിൻ കൺട്രീസുകളിലും കിടക്കുന്ന മുന്തിരി കൃഷി ഇപ്പം നമ്മുടെ നാട്ടിലും അതെ മറ്റേ സുലാവൈനെല്ലാം കൃഷി ചെയ്യുന്നത് വൈൻ ഫാമിലെല്ലാം ഇതേപോലെയാണ്. ഇവിടെയുള്ള മിക്ക ഫാമുകളിലും ഇതേപോലത്തെ മുന്തിരിയാണ്. മറ്റേ മുന്തിരി ഉണ്ട്, പക്ഷേ അത് ഫാമിംഗ് പർപ്പസിനെ മെയിനായിട്ട് കണ്ടിട്ടില്ല. ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് മുന്തിരി കൃഷി കേട്ടോ. അതായത് സൈഡിലേക്ക് ഇതേപോലെ ചെറിയ ചെടി ഉണ്ടാകും, സൈഡിൽ ഇതേപോലെ കമ്പി വെച്ചിട്ട് ആ കമ്പി കൂടെ പടർത്തി കയറ്റുന്നുള്ളൂ, അല്ലാതെ പന്തലിച്ച് കിടക്കത്തില്ല. നാട്ടിലാണെങ്കിൽ അത് പന്തലിച്ച് കിടന്നാനെ. അത് കഴിഞ്ഞിട്ട് ഈ ഇവിടത്തെ എങ്ങനെ സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. മിക്ക വലിയ ഫാമുകളിലും ഇല്ലേ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. താഴെ എല്ലാം എത്ര വളം വേണം, എത്ര വെള്ളം പോകണം എന്നെല്ലാം കാണിച്ചിട്ടാണ് ഇതെല്ലാം ഇവിടെ അതിൻ്റേതായ വളവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് കേട്ടോ. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ മുന്തിരിയുടെ സീസൺ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മുന്തിരിയുടെ സീസൺ ശരിക്കും സമ്മർ ടൈമിലായിട്ടാണ് വരുന്നത്. ഇവിടെ സമ്മർ തുടങ്ങുന്നത് നവംബർ ടു
ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഏപ്രിൽ അവസാനത്തോടു കൂടി കഴിയും. അപ്പം ഇവിടുത്തെ മുന്തിരിയുടെ സീസൺ ഡിസംബർ മുതൽ അല്ലെങ്കിൽ നവംബർ മുതൽ ഏപ്രിൽ വരെ ആട്ടോ മുന്തിരിയുടെ സീസൺ ശരിക്കും. വിൻ്റർ ആകുമ്പോഴേക്കേ ഇതെല്ലാം ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് വെറും ഒരു ഉണങ്ങിയ മരത്തണ്ട് പോലെയാകും. അത് കാണാനായിട്ട് വേറൊരു ലുക്കും ഉണ്ടാകത്തില്ല. ചുമ്മാ ഒരു മരത്തണ്ട് കിടക്കുന്ന പോലെ ഉണ്ടാകും. അതിൽ വീണ്ടും ഇതേപോലെ ഇലയെല്ലാം തളിർത്ത് വരും എന്നുള്ളത് നമുക്ക് ഒരു അതിശയം തന്നെയാണ്. അടുത്ത സീസൺ ആകുമ്പോഴേക്കും താനെ ഇലകളെല്ലാം മുളച്ച് വന്ന് ഇതേപോലെ ആയിട്ട് നിൽക്കും. നല്ല മുന്തിരി കൊലകളും കുത്തിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. നമ്മളിവിടെ ഏകദേശം സീസൺ കഴിയാറായി. ഇത്രയും കൂടി നേരത്തെ വരേണ്ടതായിരുന്നു, കുറച്ചും കൂടി സമയം നേരത്തെ വരണ്ടായിരുന്നു. അല്ലടി മീനു, എന്താ അഭിപ്രായം? നീ പൊട്ടിക്കാൻ കഴിക്കുകയാണല്ലോ. ഇത് കിലോ കണക്കിന് തൂക്കണ്ടേ? അതെ, കഴിക്കുന്നത് തൂക്കില്ല എന്നല്ലേ. എടി മീൻ എന്തോരം ഐഡി ഒന്ന് കാണിച്ചേ. നീ പറക്കുന്നതിനൊക്കെ കൂടുതൽ നീ അകത്തേക്കാണല്ലോ. ആ അത്യാവശ്യമല്ലേ. നമുക്കിതിന്റെ യൂസ് എന്തെന്നാ, ചുമ്മാ കഴിക്കാന്നല്ലേ ഉള്ളൂ അല്ലേ? നമ്മളിപ്പോൾ എന്തൊക്കെ പിക്കിങ്ങിന് പോയിട്ടുണ്ട് ഇവിടെ എല്ലാതരം പിക്കിങ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ. നമ്മളിപ്പം ചെറി പിക്കിങ്ങിന് പോയി. നമ്മുടെ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മൾ ചെറി പിക്കിങ് ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ സ്ട്രോബെറി പിക്കിങ്ങിന് പോയി അച്ഛനമ്മ വരുന്ന സമയത്ത്. പിന്നെ ബെറി പിക്കിങ്ങിന് പോയി. അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പല പിക്കിങ് ഉണ്ട്. ലാവൻഡർ പിക്കിങ് ഉണ്ടായിരുന്നു. എന്തിന് ആപ്പിൾ പിക്കിങ്ങിന് പോണ്ടായിരുന്നു. പക്ഷെ ആപ്പിൾ പിക്കിങ്ങിൽ പിന്നല്ലാതെ പിക്കിങ് അല്ലായിരുന്നു, നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് വന്നു. പിന്നെ ഓറഞ്ച് ഫാമിലും പോയി നിന്നുണ്ട്. പക്ഷെ അതിന്റെ വീഡിയോ ഇല്ലെന്നുള്ളൂ. പക്ഷെ ആപ്പിൾ പിക്കിങ്ങിന്റെ ഒക്കെ വീഡിയോ ഉണ്ട്, നിങ്ങൾ പോയി കണ്ടോട്ടോ ചാനലില്. മീനു കഴിഞ്ഞാ പിക്കിങ് കഴിഞ്ഞാ? അല്ല വൈറ്റ് വൈൻ നമുക്ക് ഇടാൻ നമ്മളിതുവരെ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. വൈറ്റ് വൈൻ വേണമെങ്കിൽ ഇട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഒരു സുഖമില്ലേ? വൈറ്റ് വൈൻ അല്ല, കടയിൽ നിന്ന് മേടിക്കുന്നത് നല്ല സുഖമുണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സുഖമില്ല എന്നാട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. എടി ഇപ്പം എത്ര കിലോ ഉണ്ടാവും? ഒരു 1.5 കിലോ ഉണ്ടാവും. ഉണ്ടോ? ഒന്നാമത് മതിയില്ലേ? 5 കിലോ ഉണ്ടോ? 5 കിലോ ഒന്നും ആയിട്ടില്ല. ദൈവം വീണ്ടും നന്ദി. ഇവിടെ കിളിന്ത് മുന്തിരി ഉണ്ട് കേട്ടോ. അങ്ങ് അവിടെ കിടക്കുന്നുണ്ട്. അവിടേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആയിട്ടില്ല. അങ്ങ് അവിടെ ഉണ്ട്. അവിടേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇവിടെ തിരിച്ചെത്തുമ്പോഴേക്കും ഇവിടേക്ക് വരെ എത്തുമ്പോഴേക്കും നല്ല മഴയാവും. എടി നല്ല ഫാമിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതല്ലാതെ പല ഇവൻറ്റുകൾക്കും അവർ വേദി ഒരുക്കുന്നുണ്ട്. പല ചെറിയ ചെറിയ ബർത്ത്ഡേസ് അങ്ങനത്തെ പാർട്ടി അങ്ങനത്തെ സംഭവങ്ങൾക്കെല്ലാം ഇവിടെ പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഗ്രേപ്സ് പിക്കിങ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്യണം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്. നമ്മുടെ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആഫ്രിക്കൻ മല്ലു ക്യാമ്പിങ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്താക്കുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റി വണ്ടിയൊക്കെ മാറ്റിയെടുത്തത്. നിങ്ങൾക്കറിയാലോ. ഇത് കണ്ടോ, നാരങ്ങ ആയിട്ടില്ല. ശരിക്കും നാരങ്ങ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നാരങ്ങ പിക്കിങ് ചെയ്യായിരുന്നു. ഇത് കണ്ടോ, നല്ല പച്ച നാരങ്ങയാണ്. അയ്യോ ഞെങ്ങുന്നു പോലുമില്ല, കല്ലിച്ച കിടക്കുന്നത്. ഇവിടെ ചെറിയ നാരങ്ങ കേട്ടോ, നമ്മുടെ ലൈമ അവിടേക്ക് അങ്ങോട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സീസൺ അനുസരിച്ച് വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്, ഇവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. എടി മീനു, ഇതിൻ്റെ ഉള്ളിൽ ആപ്പിള് പിന്നെ പിയേഴ്സ് പിന്നെന്താ ചെസ്റ്റ് നട്ട് എന്ന് പറയുന്ന സാധനം എന്നാ ഈ മനസ്സിലായില്ല. അത് ഒരു ചെസ്റ്റ് നട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടു. ഇവരുടെ ഈ ഫാമിൽ പലതരം പിക്കിങ്ങും ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കുവാണ്. ഇവിടെ ഒരു മലയുണ്ട്, ഇത് കണ്ടോ. ആ മലയുടെ അടിവാരത്താണ് ഈ ഫാം നിലകൊള്ളുന്നത്. അപ്പം ഇസ് ദാറ്റ് വൺ ഇസ് ചെസ്റ്റ് നട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതാണ് ചെസ്റ്റ് നട്ട് എന്ന് പറയുന്ന സാധനം കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് ദിസ് വൺ? That you must boil with little bit of salt. And then it cracks open. Yeah. ഓക്കെ. പിന്നെ ഇവിടെ കുറേ ഇതേപോലത്തെ ഇതിലാക്കി വെച്ചിരിക്കുന്ന ജാമും അവരുടേതായ പല വെറൈറ്റി സാധനങ്ങളും കിട്ടും കേട്ടോ. ദിസ് ഈസ് അപ്പം ഇത് കണ്ടോ, ഈ ഷോപ്പിൽ പല സാധനങ്ങളും കിട്ടും. പിന്നെ പിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇവിടെ മുന്തിരി ഇങ്ങനെ ബോക്സസിലായിട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ. 2 kg 70 റാൻഡ്, 3 kg 105 റാൻഡ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കുറേ മുന്തിരികൾ വെച്ചിട്ടുണ്ട്. ഇത് ഇതാണ് കേട്ടോ പിയർ. പിന്നെ ഇതാണ് ഗ്രീൻ ആപ്പിൾ. പിന്നെ ഇവരുടെ ഹോം മെയ്ഡ് റസ്കും സാധനങ്ങളെല്ലാം ഉണ്ട്.
അത് മാത്രമല്ല ഇവിടുത്തെ ടീ ഷോപ്പിൽ ഇവിടെ പിന്നെ ഈ കമ്പോസ്റ്റും കിട്ടും കേട്ടോ, കമ്പോസ്റ്റും കിട്ടും. പിന്നെ അതേ ഇവിടുത്തെ വൈൽഡ് ഫ്ലവറില്ലേ, ആ ഫ്ലവറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഇതേ നമ്മുടെ സാധനങ്ങളെല്ലാം പേ ചെയ്തു. 76 റാൻഡ് ആയുള്ളൂ. ഇങ്ങനെ നടന്നു വരുമ്പോഴേ ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ആണ് ചെടിയായി പോയിട്ടോ, കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല അധികം. പിന്നെ ഇത് ആഫ്രിക്കൻ നമ്മുടെ കറ്റാർവാഴയില്ലേ, ആഫ്രിക്കൻ കറ്റാർവാഴയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങളൊരു വ്യൂ നോക്കി, എന്താണ് വ്യൂ എന്നറിയോ, അടിപൊളി വ്യൂ. അപ്പം ദാ നിൽക്കുന്നില്ലേ ആ കോട ഇറങ്ങി വരുന്ന ആ വലിയ മല, ആ മലയാണ് നമ്മുടെ ടേബിൾ മൗണ്ടൻ്റെ ഒരു സൈഡായിട്ട് വരും. അത് ഒരു സൈഡല്ല, ഒരു അറ്റം. അതായത് നമ്മുടെ ഡെവിൾസ് പീക്ക് എന്നാണ് ആ മലേനെ പറയുന്ന പേര്, അല്ലെങ്കിൽ ആ ഏരിയനെ പറയുന്നത്. ടേബിൾ മൗണ്ടൻ്റെ തന്നെ ഒരു പാർട്ടാണ്. അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ കേബിൾ കാറും സാധനങ്ങളെല്ലാം കാണുന്നത്. ഈ ഡെവിൾസ് പീക്കിലേക്ക് ഹൈക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെവിൾസ് പീക്കിൻ്റെ സൈഡല്ല, ഡെവിൾസ് പീക്കിൻ്റെ അടിവാരമായിട്ട് വരും ഈ ഫാം നിലനിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടന്നു വരുമ്പോഴേ എന്തോരം റോസസാണ് നിൽക്കുന്നതല്ലേ, നല്ല അടിപൊളി റോസസ് നിൽക്കുന്നുണ്ട്. പല കളറിലുള്ളത് കിട്ടും. റോസ് കളറ്, വൈറ്റ് കളറ്, യെല്ലോ കളറ്, പിങ്ക് കളറ് എന്ന് വേണ്ട, റെഡ്, പല വെറൈറ്റിയും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം മീനു അവിടെ നിന്നു, മീനും വാമിയും കൂടി, കാരണം മഴ വീണ്ടും ചാറുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്നത് ഗ്രേപ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ നടന്നത് ആ ഒരു വഴി കൂടെയാണ് നമ്മൾ നടന്നത്. അങ്ങ് കണ്ണെത്താത്ത ദൂരത്തേക്ക് കിടക്കുന്നുണ്ട് ഈ ഫാം, നല്ല രീതിയിലാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്ത്യൻ ബോഷ് എന്ന് പറഞ്ഞ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ഇവിടെ, അതിനോടൊക്കെ ചേർന്നിട്ടാണ് ഈ ഫാം നിലകൊള്ളുന്നത്. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്ററും കേപ്പ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇതിലേക്ക് ദൂരം. ഞാൻ നേരത്തെ അവിടെ വെച്ച് ഗ്രേപ്പിൻ്റെ കാര്യം, ആ മലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഏതൊരു മല എന്ന്. പക്ഷേ അതെനിക്ക് മനസ്സിലായില്ല, കാരണം കോട വന്ന് നിൽക്കുന്നതുകൊണ്ട്. അത് ഡെവിൾസ് പീക്കാണ്. ഇത് കണ്ടോ, ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. റോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് കിടക്കുവാണ്. നമ്മളിപ്പം റോസൊന്നും പറിക്കുന്നില്ല, കാരണം റോസ് പറിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്, ചുമ്മാ വെള്ളത്തിലിട്ടിരിക്കും, അത് വാടി പോകുകയായിരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ക്രേസാണ്, അറിയാലോ. ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിലെല്ലാം ഇട്ട് സൂക്ഷിച്ച് കുറേ കാലം വെക്കുകയും ചെയ്യും. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിൽ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വെഡ്ഡിങ് ഇവൻറ്റും കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട് ഈ സ്ഥലത്ത്. അപ്പം ഈ റോസയുടെ ഒക്കെ ഇടയിലൊക്കെ നിന്ന് നമുക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫ്സും എല്ലാം എടുക്കാം. ഇവിടെ നിൽക്കുന്നത് കുറച്ച് റെഡ് റോസസ് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളോട് അവിടെ പറഞ്ഞത് ഇവിടുത്തെ റോസസൊക്കെ ഒത്തിരി പോയി, അതായത് പോയെന്ന് ഉദ്ദേശിച്ചത് ആൾക്കാരെല്ലാം പറിച്ചിട്ട് പോയി. സീസൺ മാറി വരും തോറും അതിനനുസരിച്ചായിരിക്കും നിൽക്കുന്നത്. പക്ഷേ റോസസിന് ഫുള്ള് സീസണാണെന്ന് കേട്ടോ പറഞ്ഞത്, കംപ്ലീറ്റ് ഓൾ ഇയർ സീസണാണെന്നാണ് പറഞ്ഞത്. എന്നാലും ഒത്തിരി റോസസ് ആൾക്കാർ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, കാരണം ആകുമ്പോൾ തന്നെ പൊട്ടിച്ചിട്ട് പോവുമായിരിക്കും. എന്തൊക്കെ വെറൈറ്റി ആശയങ്ങളല്ലേ. 1934 ഈ ഫാം ഇവിടെ നിർമ്മിച്ചത് കേട്ടോ. അത് പിന്നെ ആ ഫാമിലി തന്നെയാണ് ഇത് കൊണ്ട് നടക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. എന്തൊക്കെ വെറൈറ്റി ആശയങ്ങളാണ് ഇവിടെ ഈ സൗത്ത് ആഫ്രിക്കയിലുള്ളത്. നിങ്ങൾ നോക്കിക്കേ, ഇതെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് പണ്ട് തൊട്ട് വന്നേക്കുന്നതാണെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് പോകാന്നുള്ളത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ ഇന്ത്യയിലും ഇതേപോലുള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ, ഈ റോസ് ഫാം, ആൾക്കാർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. പക്ഷേ എത്രത്തോളം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് തയ്യാറാണെന്നറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് പോകുമ്പോൾ ഇതെല്ലാം ആസ്വദിക്കാൻ ചെയ്യും, അല്ലേ? അത് ഒരു സംഭവം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള കോഫി ഷോപ്പില്ലേ, ആ കോഫി ഷോപ്പിൽ എന്ത് തിരക്കാണ് ആൾക്കാർ. ഇവിടെ കാറ് പാർക്ക് ചെയ്തൊക്കെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റും തണുപ്പുള്ളത് കൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങാതെ കോഫി ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുവാണ്. ഇനി നമുക്ക് എന്താ പരിപാടി? ഫുഡ് കഴിക്കാൻ പോണ്ടേ? അയ്യോ, നല്ല കാറ്റ് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഇവരിവിടെ നിൽക്കുമായിരുന്നു, പാവങ്ങൾക്ക് വണ്ടിയിൽ പോയി കയറായിരുന്നു. എന്തായാലും നമുക്ക് പോകാൻ തിരിച്ച്. ഈ ഫാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഫാമിൽ എൻട്രൻസ് ഫീസ് ഇല്ല. അപ്പം മിക്ക ഫാമുകളിലും പിക്കിങ്ങിനാണെങ്കിൽ തന്നെ എൻട്രൻസ് ഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിലാണെങ്കിൽ എൻട്രൻസ് ഫീസ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ബക്കറ്റ് തരും, അതിൽ പിക്ക് ചെയ്തിട്ട് വരും. ഇവിടെയാണെങ്കിൽ എൻട്രൻസ് ഫീസ് ഇല്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് പിക്ക് ചെയ്യാം, എന്നിട്ട് അവർ വേ ചെയ്യുക ചെയ്യുന്നത്. ഈ ഒരു ആശയം തന്നെയായിരുന്നു ചെറിയ ഫാമിൽ. അവർ എൻട്രൻസ് ഫീസ് ഉണ്ടായിരുന്നില്ല അല്ലേ, ബോക്സിനായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ തൂക്കത്തിനാണ് പൈസ കേട്ടോ. അപ്പോൾ നമ്മുടെ കാറെത്തി, നല്ല മഴ നനഞ്ഞ് കുളിച്ച് കിടക്കുവാണ്. ഞങ്ങളാരും നനഞ്ഞില്ല, ഭാഗ്യം കൊണ്ട്. നനയാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും. നമ്മൾ മുന്തിരി പിക്കിങ്ങിന് വന്ന ഇന്നത്തെ ഡേ നല്ല മഴ ദിവസമാണ്. ഇപ്പം അല്ലെങ്കിൽ തന്നെ 2-3 ദിവസമായിട്ട് നല്ല മഴ നിൽക്കുന്നുണ്ട്. അപ്പം മഴയുടെ സൗകര്യം അനുസരിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരവ് നടക്കത്തില്ല. അപ്പം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, മഴയായിരുന്നാലും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻ്റായിട്ട് അറിയിക്കുക.
നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സദേൺ സബർബിലേക്ക്, അതായത് വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ സദേൺ സബർബില് വൈൻബർഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയ കൂടെ ആട്ടോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ഡെവിൾസ് പീക്ക്. അത് നമ്മൾ അതിനോട് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം എവിടെയെങ്കിലും പോയി കേപ്പ് ടൗണിൽ ചെന്നിട്ട് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം. ഇന്നത്തെ ക്ലൈമറ്റ് കണ്ട, ഇപ്പം 2 മണി ആയിട്ടുള്ളൂ. ഈ ക്ലൈമറ്റ് നോക്കിയാൽ നിങ്ങൾ ഏകദേശം ഇരുട്ടാകാറായി. തണുപ്പ്, വലിയ തണുപ്പൊന്നും പറയാനില്ല വിന്ററിൽ, എന്നാൽ ചെറിയൊരു തണുപ്പുണ്ട്. മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നത് കൊണ്ട് ഒരു പരിപാടിയും നടക്കത്തില്ല. അതാണ് സത്യാവസ്ഥ. നമ്മളിപ്പം ഈ വീക്കെൻഡിൽ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല കോമഡി ചെയ്യാനേ. നമ്മള് ടൗണിലേക്ക് എത്തിയിട്ടാ, അതേ വാട്ടർ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ദേ ഇവിടെ വാട്ടർ ഫ്രണ്ടിലാട്ടോ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചേക്കുന്നത്. നല്ല ടർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നെല്ലാം നോക്കിയിട്ട് നമുക്ക് കയറാം. നമ്മൾ വണ്ടിയൊക്കെ ഇട്ട് റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വാട്ടർ ഫ്രണ്ടിലാണ് നമ്മളിവിടെ ഉള്ളത്. വാട്ടർ ഫ്രണ്ടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കയറി നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ ലിങ്ക് എല്ലാം ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് വാട്ടർ ഫ്രണ്ട്, നമ്മുടെ ക്ലോക്ക് ടവർ വരുന്നത് കേട്ടോ. വാട്ടർ ഫ്രണ്ട് ക്ലോക്ക് ടവറാണ് ആയിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നിട്ടുള്ള സാരായി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറാൻ വരുന്നത്. അവിടെ ടർക്കിഷ് ഫുഡാണ് ഇവരുടെ മെയിൻ വെറൈറ്റി കേട്ടോ. അപ്പം ദേ നിങ്ങൾക്ക് അറ്റത്ത് കാണാം, നിങ്ങൾക്ക് കേപ്പ് വീൽ കാണാം. ദേ നോക്കി കേപ്പ് വീൽ കാണാം. ഇവിടെ സ്ലൈഡിങ് ബ്രിഡ്ജ് ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ദേ വാമിക്കുട്ടി അപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ദേ ഇതാണ് ഈ റെസ്റ്റോറൻറ്റ്, ഇപ്പുറത്തെ റെസ്റ്റോറൻറ്റ്. ഇതേ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ദേ നമ്മൾ വണ്ടി അതിൻ്റെ ആ പാർക്കിങ്ങിലാട്ടോ വണ്ടി ഇട്ടിരിക്കുന്നത്. വണ്ടി ഇട്ട സ്ഥലമൊക്കെ ഓർമ്മയില്ലേടി മീനും? വാമിക്കുട്ടി പാപ്പം കഴിക്കാം പാ. അപ്പോൾ ഇതാട്ടോ റെസ്റ്റോറൻറ്റ്, സാരയിൽ നിന്നാണ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾക്കൊരു ഡോക്ടറാണ്, ഞങ്ങളുടെ ഒരു ഡോക്ടർ ആഗി എന്നാണ് പേര്. ഡോക്ടർ ആഗിയാണ് ഞങ്ങൾക്കിത് റെഫർ ചെയ്തത് കേട്ടോ. അവൻ ചിരിച്ചേ. അവരിവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവരുടേതായ റൊട്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സോസ് ഐറ്റംസ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെരിപ്പെരിയും, ഇത് ഗ്രീൻ ചില്ലി, ഇത് ടൊമാറ്റോ, പിന്നെ ഇത് മയോണൈസ്, പിന്നെ നമ്മുടെ സ്റ്റിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നതില്ലേ, ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ലോക്ക് ടവർ കാണാം. അപ്പോൾ ഈ വാട്ടർ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഈ റെസ്റ്റോറൻറ്റ് നല്ല രസമുണ്ട് കേട്ടോ. ട്രഡീഷണലി അവരുടെ ടർക്കിഷ് ട്രഡീഷനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് എത്തിയിട്ടോ. നമ്മൾ മെയിൻ ഫുഡ് ഓർഡർ ചെയ്തത് ഷെയറിങ് പ്ലേറ്ററാണ് ഓർഡർ ചെയ്തത്. അതായത് മിക്സ്ഡ് ഗ്രിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവരുടേതായ തനതായ രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള നമ്മുടെ കബാബ്സും, പിന്നെ ചോപ്സും, റൈസ്, പിന്നെ കുറച്ച് സലാഡുണ്ട്, വെജ് സലാഡുണ്ട്, പിന്നെ അതേ കുറച്ച് ചിക്കൻ കബാബ്സ് ക്യൂബ്സും ഉണ്ട് കേട്ടോ. പിന്നെ ചിപ്സും ഇരിപ്പുണ്ട്. പിന്നെ ഇവർ ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു റൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ സോസുകളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മീനും. ഏതാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? മീനും ലാമ്പ് കഴിക്കത്തില്ല, ഞാനും മീനും ലാമ്പ് കഴിക്കത്തില്ല. പക്ഷേ ലാമ്പൊക്കെ വന്നിട്ടുണ്ട്. ഏതാ കഴിക്കാൻ പോകുന്നത്? ചിക്കൻ. ഇത് കണ്ടോ, ആമിക്കുട്ടിക്ക് ലാമ്പ് ചോപ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് മീനും? ചിക്കൻ കബാബ് എങ്ങനെയുണ്ട്? അത് ഞാൻ കേട്ടോ നല്ലതാണോ? ആമി ഇതെടുത്ത് കഴിച്ചേ, ഇറച്ചിയെടുത്ത് കഴിച്ചേ. അതെടുത്ത് കഴിച്ചേ. എങ്ങനെ കഴിക്കുന്ന? ഇതവിടെ വയ്ക്കി, ഇതവിടെ വയ്ക്കി, കഴിച്ചോ. ഇത് കണ്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് മീനും? നല്ലതാണോ? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാനേ റൊട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ ചിക്കൻ കബാബ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നല്ലതുണ്ട്. സൂപ്പർ. എല്ലാം വെച്ചിട്ട് റൊട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് മുറുകാൻ കൂട്ടുന്ന പോലെ കൂട്ടി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലടി, ഭയങ്കര ടേസ്റ്റുള്ളതാണ്. നമ്മൾ ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ. ബാക്കി നമ്മൾ ടേക്ക് അവേ എടുത്തിട്ട് ഇവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ഡെസേർട്ട് ഐറ്റം മാൽവ പുഡിങ് വന്നിട്ടുണ്ട്. മാൽവ പുഡിങ്ങും വിത്ത് ഐസ്ക്രീമാണ് വന്നിട്ട്. കുറച്ച് കസ്റ്റാർഡും ഇട്ടിട്ടുണ്ട്. മീനുവിൻ്റെ മെയിൻ ഐറ്റം അല്ലടി അല്ലേ? മാമിക്കുട്ടിയാണെങ്കിൽ ഇതേ ഇവിടെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. മാമിക്കുട്ടീനെ ഇവിടുത്തെ ആൾക്കാർ ഒന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ കളിക്കാനൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഞങ്ങളൊന്ന് കഴിക്കട്ടെ. മീനൊന്ന് കഴിച്ചു നോക്കിയടി, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി.
ചൂട് ഐസ്ക്രീമാണ് കഴിക്കുന്നത്. അതിൻ്റെ മാൽവ പുഡിംഗ് അല്ലേ? ഓ ഐസ്ക്രീം ഇട്ട് കഴിക്കാൻ കഴിയും. മീനുവിനെ ആഗ്രഹം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാൽവ പുഡിംഗ് വിത്ത് ഐസ്ക്രീമാണ്. കസ്റ്റാർഡ് അവൾക്ക് ഇഷ്ടമല്ല. അപ്പം അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഐസ്ക്രീം തന്നെയാണ് കിട്ടിയത്. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഞാൻ ശബ്ദം കുറച്ച് സംസാരിക്കുന്നത് മൊത്തം റെസ്റ്റോറൻറ്റിലായതുകൊണ്ടും അധികം ആൾക്കാർക്ക് ഡിസ്റ്റർബ് ആകരുതല്ലോ. എങ്ങനെയുണ്ട് മീനു? സൂപ്പറാണോ? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ലതാണോ ഡി? ചൂടുണ്ടോ? ഓട്ടെ. എനിക്കും ഐസ്ക്രീമിനേക്കാളും ഇഷ്ടം കസ്റ്റാർഡാണ്. എന്നാലും ഐസ്ക്രീം ഇട്ടും ഇഷ്ടം കേട്ടോ. പിന്നെ ഐസ്ക്രീം ഇട്ടാണ് ഇഷ്ടം. ഇത് കുനാഫ നകുന്നതാണ്ടോ? തീയൊക്കെ കത്തി നല്ല അടിപൊളി രീതിയിലായിട്ട് കുനാഫ നകുന്നത്. ഇത് കണ്ടോ? ആഹാ സൂപ്പർ. അപ്പോൾ അവർ തന്നെ നമുക്ക് മുറിക്കിട്ടു. അതേക്ക് പുകയൊക്കെ പറക്കുന്നുണ്ടോ? എന്ത് കുനാഫയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ നാട്ടിലെന്താ കുനാഫ തന്നെയല്ലേ പറയുന്നത്. ഒരു അറേബ്യൻ ഐറ്റം ആട്ടോ അത്. വാമി ഇത് നോക്കി, ഇതെന്താ നക്കുന്നതെന്ന് നോക്കി, ഇതെന്താ നക്കുന്നതെന്ന് നോക്കി. ഇവരെ നമുക്ക് ഡിഷ് ചെയ്തിരുന്നു കേട്ടോ. കണ്ടോ? ഇത് കണ്ടോ? വാമിക്ക് വേണോ? വാമിക്ക് വേണോ? ആഹാ നല്ല മണം കേട്ടോ, അടിപൊളി മണം. ഇത് കഴിച്ചു നോക്കണം. ഇതിൽ ഐസ്ക്രീം ഇടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ടു. ഇനി എൻ്റെ മുകളിൽ ഐസ്ക്രീം ഇട്ടു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളതും നമ്മൾ ടേസ്റ്റ് ചെയ്യട്ടെ. മീനു തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ. മീനു ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മീനുവിൻ്റെ ഫേവറേറ്റ് ഐറ്റം അല്ലേ? കുനാഫയും രണ്ടും ഫേവറേറ്റ് ആയിട്ടല്ലേ മീനുവിൻ്റെ? മീനിൻ്റെ വായിൽ കപ്പലൊടിക്കണോ? വെള്ളമുണ്ട് കേട്ടോ. എന്തായാലും മീൻ കഴിച്ചു നോക്കട്ടെ. എന്നിട്ട് വേണം എൻ്റെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം കളയാനായിട്ട്. എങ്ങനെയുണ്ട്? നല്ലതാണോ? നല്ലതാണെന്നാട്ടോ പറഞ്ഞത്. അപ്പം ഞാനും കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് വീഡിയോ നമുക്ക് നിർത്താം. ഞാനും കഴിച്ചു നോക്കട്ടെ കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല ഫുഡല്ലേ അടിയായിരുന്നു മീനും? അടിപൊളി ഫുഡായിരുന്നു. അപ്പോഴേക്കും ഈവനിങ് വൈബ് ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റിലും എല്ലായിടത്തും ആൾക്കാരായി തുടങ്ങി. ഇന്ന് വീക്കെൻഡും കൂടി ആയതുകൊണ്ടും ശനിയാഴ്ച ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കേക്ക് വീലൊക്കെ അങ്ങ് അവിടെ മാറി ഓടുന്നത് കാണാം. പിന്നെ ഈ ക്ലോക്ക് ടവറിൻ്റെയൊക്കെ ഹിസ്റ്ററിയൊക്കെ ഞാൻ പണ്ട് എൻ്റെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ സൈഡിൽ തന്നെ നമ്മളിരുന്ന റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ആ പ്ലേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. വാമി അവിടെ നിന്ന് തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്ലേ സ്റ്റേഷനിൽ നമ്മൾ വന്നത് വാമീനെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഓരോ പ്രാവശ്യം ഈ VNA വാട്ടർഫോൾസ് അല്ലെങ്കിൽ ഈ കേപ്പ് ടൗണിൽ വരുമ്പോഴില്ലേ, ഈ സ്ഥലത്ത് വന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയില്ലേ, അത് വേറെ എവിടെയൊന്നും കിട്ടാറില്ല. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ഭയങ്കര ഒരു ഫ്രഷ് മൈൻഡിൻ്റെ ഒരു സംഭവം അത്. കണ്ടോ, ഈ ബോട്ടാണ് നമ്മുടെ റോബ് ലാൻഡിലേക്ക് പോകുന്നത്. നല്ല അടിപൊളി ബോട്ടാണ്, എല്ലാ സൗകര്യവും ഉണ്ട്. അതിൽ തന്നെ ഫുഡും ബാറും എന്ന് വേണ്ട എല്ലാവരും ഉണ്ട്. അതിൽ സൺസെറ്റിൻ്റെ സമയത്ത് പോകണമെങ്കിൽ സൺസെറ്റ് കാണുകയും ചെയ്യാം. ഇതൊരു മ്യൂസിയം കൂടിയാണ്. ഇപ്പം ആ ജയിലിപ്പം മ്യൂസിയമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളും നമുക്ക് കിട്ടും. പിന്നെ ഇത് ഈ കാണുന്നില്ലേ, ഈ സ്ലൈഡിങ് ബ്രിഡ്ജ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബ്രിഡ്ജ്, ഇത് കപ്പൽ വരുമ്പോൾ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ അതേ ഒരു ചേട്ടൻ്റെ ഒരു ബോട്ട് അടിച്ച് പോകുന്നുള്ളൂ. നമ്മൾ ഇതിൽ കയറിയ ഇപ്പം മറ്റേ കരയിൽക്കൂടെയും കടലിൽ പോകുന്ന ആ ഒരു വണ്ടിയിൽ കയറിയില്ലായിരുന്നോ? ആ വണ്ടി ഇതിൽ കൂടെ അല്ലേ അന്ന് പോയത്, നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? ഇത് കണ്ടോ, വാമീനെ ഇനി കൂട്ടിക്കൊണ്ട് പോലെ വലിയൊരു ചടങ്ങാണ്. അതേ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലിരുന്ന ആ ഒരു പ്ലേ സ്റ്റേഷനില്ലേ, അവിടെ വന്നിരുന്നത് ആശാത്തി കളിയാണ്. ഒരു രക്ഷയില്ലാത്ത കളിയാണ് കേട്ടോ. ഈ കേപ്പ് ടൗൺ, ഈ വാട്ടർ ഫ്രണ്ടിലുള്ള ഓരോ ബിൽഡിങ്ങുകളും ഇല്ലേ, ഈ ക്ലോക്ക് ടവറിനെ പോലെയാണ്. ഓരോ കഥയും പറയാനുണ്ടാവും. കാരണം അത്രയ്ക്ക് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. കേപ്പ് ടൗണിൻ്റെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ അത്രത്തോളം ചരിത്രം പറയാനുണ്ടാവും കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് ആട്ടോ നമ്മുടെ റോബൻ ഐലൻഡ് മ്യൂസിയത്തിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ ടിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന ഈ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത്. സാരേ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. മീനിൻ്റെ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ടല്ലോ. വാമി എന്ന് വരുന്നോന്നുള്ള വാമീനെ പൊക്കിയെടുത്തോണ്ട് പോയാലോ.
നിങ്ങൾ നേരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ഹില്ലാണ് കാണുന്നത്. മഞ്ഞ് പൊതഞ്ഞ് നിൽക്കുക കേട്ടോ, മഞ്ഞ് പൊതച്ച് നിൽക്കുവാണ്. അങ്ങനെ ഇങ്ങോട്ട് കണ്ണു തിരിക്കുമ്പോൾ വിക്ടോറിയ ആൽഫ്രഡ് ഹോട്ടലാണ് കേട്ടോ, സ്റ്റാർ ഹോട്ടലാണത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പം ഈ വാട്ടർ ഫ്രണ്ടിലുള്ള ഒത്തിരി ഷോപ്സും ബോട്ടിങ്ങും എല്ലാം ഓണായിട്ടാണ് ഇരിക്കുന്നത് ഈ വൈകുന്നേര സമയത്തെ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടി. ഇന്നാണെങ്കിൽ ഒരു മൂടൽ മഞ്ഞും ഒരു തണുപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ഭംഗിയാട്ടോ. അതെന്തോരം പറഞ്ഞാലും മതി വരാൻ പറ്റാത്തതെന്ന് പറയില്ല. അല്ലേ മീനു? എത്ര വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഓരോ പുതിയ പ്രാവശ്യം വരുന്ന പോലെ അല്ലേ? ഭയങ്കര ഫ്രഷ്നെസ് അല്ലേ വരുന്നത് അല്ലേ? സത്യമാട്ടോ, ഭയങ്കര ഫ്രഷ്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എത്ര വട്ടം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പുതിയ ഒരു ഫ്രഷ്നെസ് കിട്ടില്ലേ? ആ ഒരു ഫ്രഷ്നെസ് ആണ് നമുക്ക് ഈ ഒരു കേപ്പ് ടൗൺ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. എത്ര വന്നാലും മതിവരത്തില്ല എന്ന് പറയുന്നില്ലേ, അതാണ്. ഈ അടുത്ത് നമ്മുടെ സഞ്ചാരം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചാനലിൽ പുള്ളി വന്ന ആൾക്കാരെ കൊണ്ടുവന്ന് പോയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പം അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. നമ്മൾ കേപ്പ് ടൗണിൽ ഒരു ദിവസം എങ്ങനെ ചിലവഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിലെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. വാമി ഇതേ ഭയങ്കര അലമ്പാണ് അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്തോ കേട്ടോ. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ അടുത്തത് നമ്മുടെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ അടുത്ത ക്യാമ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അടുത്ത് തന്നെ നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പോവല്ലേടി? അപ്പോൾ അല്ലേ അതേ വാമിക്കുട്ടിക്ക് ഇതൊക്കെ അതിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാട്ടോ, ഭയങ്കര അലമ്പാണ്. നമ്മളപ്പോൾ പോകും കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര അലമ്പ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഇതിൽ കയറി ഇനി നമ്മുടെ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെയൊക്കെ സൈഡിലെല്ലാം നല്ല വലിയ ബിൽഡിങ് കാണാം നിങ്ങൾക്ക്. ഇതിൽ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് കേപ്പ് ടൗൺ CBDയിലേക്ക്. അപ്പം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറാം നമുക്ക്. കാറ് പാർക്ക് ചെയ്താടുന്നൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. കാറ് ഞങ്ങളിവിടെ പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒത്തിരി പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു, വലിയ പൈസയൊന്നുമില്ല. ഒരു മണിക്കൂറിന് ആകെ 10 റാൻഡേ ഉള്ളൂ. ഞങ്ങൾ ഒരു മണിക്കൂറിന് മേലെ എടുത്തു, എന്നിട്ട് ഞങ്ങൾക്ക് 25 റാൻഡേ ആയുള്ളൂ കേട്ടോ. മീനു, അപ്പോൾ അടുത്തത് എന്താ പരിപാടി? നമ്മുടെ ചാനലിൽ പേരൊക്കെ മാറ്റിയിട്ട് നമ്മൾ ക്യാമ്പിംഗ് തന്നെയല്ലേ എടുത്തത്? ഉറപ്പല്ലേ? ഇതേ വീഡിയോ ആക്കിയതാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമ്മുടെ ചാനലിൽ എന്തും പോകും അല്ലടി. ഫുഡ് വ്ളോഗ്, കുക്കിങ്, ട്രാവലിങ്, അങ്ങനെ ഒന്നുമില്ല, എന്തും പോകും നമ്മുടെ ചാനലിൽ. അതാണ് ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ അല്ലേ? വാൻകുട്ടി ഇതൊക്കെ കാണിക്കുന്നത്. എൻ്റെ അമ്മോ.